ഇത് ഡസ്റ്റ് ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അത് ബാക്കി എത്ര നല്ല നല്ല ബ്രാൻഡ്സ്, അതായത് ഒസ്റാം അങ്ങനത്തെ ബ്രാൻഡ്സിലൊന്നും എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ റോഡിൽ ആരുമില്ല കണ്ടോ, ബ്രൈറ്റിൻ്റെ ഒരു എഫക്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്തൊരു ലൈറ്റും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. കത്തിയും ഒരു സാധനം എല്ലാം കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു അൺബോക്സിങ്ങാണ്. വെറും അൺബോക്സിംഗ് അല്ല, നമ്മുടെ തംബ്നെയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു പ്രൊജക്ടർ ലൈറ്റാണ്. അപ്പോൾ പ്യുവർ പ്രൊജക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, H4 വരുന്ന പ്രൊജക്ടറാണ്. കാർസെസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയൊരു പ്രോഡക്റ്റാണ്. എത്രത്തോളം നല്ല പ്രോഡക്റ്റാണെന്ന് ഒരു ഐഡിയ ഇല്ല, നമുക്ക് യൂസ് ചെയ്താൽ അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, പെട്ടെന്നായിക്കോട്ടെ, സമയം കളയുന്നില്ല. നമ്മുടെ പഴയ അൺബോക്സിങ് നൈഫ് എടുക്കാതെ വേറൊന്നും കൊണ്ടല്ല, കാണാനില്ല സാധനം എവിടെ ഞാൻ കൊണ്ട് വെച്ചതാണ്, അത് കണ്ടില്ല. ചടാൻ. ഏതായാലും നല്ല കിടുക്കൻ പാക്കിംഗ് ആണ്, കുഴപ്പമില്ല. പാക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാനുണ്ട്, ലൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരുന്ന HID പോയി. കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കിട്ടിയൊരു പണിയാണ്. ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്യുന്നില്ല. ഹാലജൻ ഉള്ളതുകൊണ്ട് ഹാലജൻ രണ്ട് സൈഡിലും എടുത്ത് അന്നേരം തന്നെ ഇട്ടു. നമുക്ക് ഏതായാലും ഇവനെ തുറക്കാം. ടടാൻ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏതായാലും കൊള്ളാം. ഒരു LED ലൈറ്റ് തന്നെയാണ് വിത്ത് പ്രൊജക്ടർ. അത് നോർമൽ പ്രൊജക്ടർ അല്ല, ഒരു മിനി പ്രൊജക്ടർ. സാധനത്തിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മടുപ്പൊന്നും പറയാനില്ല കേട്ടോ. കണ്ടിട്ട് ജസ്റ്റ് ഞാൻ കണ്ടൊരു ഇത് മാത്രമാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല, യൂസ് ചെയ്താലേ കറക്റ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. രാത്രി ഒരു ഡ്രൈവും കൂടെ നടത്തിയാൽ മാത്രം. അപ്പോൾ ഞാൻ തൽക്കാലം ഒരെണ്ണം എടുക്കുകയാണ്. മറ്റേ ഞാൻ തൽക്കാലം ഒന്ന് താഴോട്ട് വയ്ക്കുക. യെസ്, ഇത് H4 ആണ് വരുന്നത്. ഈ ഒരു 3 കാല്, 1 2 3 കാല് വരുന്ന ടൈപ്പ്. ഈ പ്ലഗും H4ൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് അഴിക്കാൻ സാധിക്കും. യെസ് പറ്റും. ഇതിൻ്റെ ഫാൻ മാത്രം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മോഡലിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2000 സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ റേറ്റ് ഒന്ന് നോക്കിയിട്ട് കൺഫേം പറയാം. ഈ ഫാൻ നമുക്ക് അഡീഷണലായിട്ട് ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറാൻ കിട്ടുമായിരിക്കും. എനിക്കറിയത്തില്ല കിട്ടുമെന്ന്. ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇട്ടോളാം. ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം. പക്ഷേ ഞാനതൊന്ന് ഓടിച്ചും കൂടെ ഒന്ന് നോക്കട്ടെ. ഏതായാലും ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക, എങ്ങനെയുണ്ട് ഈ സംഗതി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇടുന്ന രീതി ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ഒറ്റ LED ആണ് വരുന്നത്. ഏകദേശം നമ്മുടെ പോലത്തെ വാഹനങ്ങളുടെ LED ഞാൻ കഴിഞ്ഞ ദിവസം പോളിഷ് കാണിച്ചായിരുന്നു. അതും പിന്നെ എനിക്കൊന്ന് സ്വിഫ്റ്റിൻ്റെ റീസെൻ്റ്ലി ഞാൻ നോക്കിയ സ്വിഫ്റ്റിൻ്റെ ആയിരുന്നു. സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം ഈ ഒരു ടൈപ്പ് LED തന്നെയാണ്. പക്ഷേ ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് 6000 Kelvin ആണ് പറയുന്നത്. ഇവിടുന്ന് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് ഈ പ്രൊജക്ടർ വഴി, അതായത് ഈ ഒരു ഹോളിനകത്ത് കാണുന്ന ഈ പ്രൊജക്ടർ വഴിയാണ് ലൈറ്റ് പോകുന്നത്. ഏതായാലും നമുക്ക് ഇവനൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഒന്നുകൂടെ ഒന്ന് നോക്കി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സെറ്റ് ലൈറ്റേ കാണുന്നുള്ളൂ. ഇതിൽ H4 ആണ്. ഹൈയും ലോയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മിക്കവാറും ലോ ആകാനാണ് ചാൻസ്, മേളിലോട്ട് ചെന്നിട്ട് താഴോട്ട് വരാൻ വേണ്ടി. ഇതിനകത്തൊരു ലൈറ്റും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് അങ്ങനെ കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുത്തെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. ഇവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാണ്. ഇനി ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പം കണ്ടോ? അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിപ്പോൾ പോകുന്ന രീതി എന്ന് പറയുമ്പോൾ മേളത്തത് ഹൈ ബീമാണ്, താഴത്തെ ലോയുമാണ്. കിടക്കൻ സാധനം. ആ ഭിത്തിയിലോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും കേട്ടോ. അല്ല, അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് ഹൈ ബീമും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. ഓ മൈ ഗോഡ്, ഏതായാലും സംഗതി പൊളിയാകട്ടോ. അപ്പം സംഗതി എത്രത്തോളം അടിപൊളിയാവുമെന്ന് എനിക്കറിയത്തില്ല. രാത്രി നമുക്കറിയാൻ സാധിക്കും. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഊരി രാത്രി ഈ ഒരു സംഗതി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഈ ഒരു ഹൈ ബീം വരുന്നത് പ്രൊജക്ടർ അല്ല, ലോ ബീം മാത്രമുള്ള പ്രൊജക്ടർ. അത് കാഴ്ചപ്പാടല്ല, ശരിക്കുള്ള രീതിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇത് താഴോട്ടായിരിക്കും വരുന്നത്. എന്നാലേ ഹൈ അടിക്കുന്ന സമയത്ത് താഴോട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, അതായത് ഹൈ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് വേണം മേളിലോട്ട് പോകാൻ. അതായത് താഴോട്ട് ലൈറ്റ് അടിച്ച് മേളിലോട്ട് പോകുന്നതാണ് ഹൈ ബീം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആകത്തില്ല. അപ്പം നമുക്കിത് ഏതായാലും ഒന്ന് സെറ്റ് ചെയ്യാം. അതിനാദ്യം നമുക്ക് ഈ ഫാൻ ഒന്ന് ഊരിയെടുക്കാം. ഫാൻ്റെ ഇത് അഴിച്ചെടുത്ത് കഴിയുമ്പോൾ ഇവിടെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കാണാൻ സാധിക്കും. നടുക്കുള്ളതിൻ്റെ പോസിറ്റീവാണ്, ബോഡി അതിൻ്റെ നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏതായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അതിനാദ്യം ഞാൻ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. പണിക്കിടയിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ റബ്ബർ ക്യാപ്പ് അഴിക്കുന്നു.
യെസ്, റബ്ബർ ക്യാപ്പ് ഞാൻ അഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇങ്ങൂരി എടുക്കുന്നു. ഇതൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇനി ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് കയറി കാണണം. ഇനി ഈ ബൾബിനെ ഞാൻ ഇതിനകത്തോട്ട് ഇറക്കുകയാണ്. കൃത്യമിട, അതായത് അറ്റപ്പറ്റ എന്ന് പറയുന്ന ഒരു ഇടയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ക്ലാമ്പ് ഒന്ന് ഫിക്സ് ചെയ്യുകയാണ്. യെസ്, ഓക്കെ, അതും ഫിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റുമോ? ഇത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ടത്? ഓക്കെ, അപ്പോൾ ഈ ഡ്രൈവർ തൽക്കാലം ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി റബ്ബർ ക്യാപ്പ് ഇട്ടുകൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്നിട്ട് ഇത് തിരിച്ചു വെക്കാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം, ഇത് ഓക്കെ ആണോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കാം നമുക്ക്. ഞാൻ ആദ്യം ഇതൊന്ന് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിക്കണം. കാരണം എൽഇഡിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഹീറ്റ് ആയി കഴിഞ്ഞാൽ പ്രോബ്ലം ആകും. യെസ്, ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം വരുന്നത് ഡിമ്മാണ്. ഇനി ഹൈ ബീമും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. യെസ്, ഹൈ. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിലും കൂടെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ലൈറ്റ് കയറ്റുന്നതിൻ്റെ അവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂവും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു അഡീഷണൽ സ്ക്രൂ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രൂവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് അപ്പ് ആൻഡ് ഡൗൺ ആവും. അതായത് മെക്കാനിക്കലായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇരുട്ടത്ത് കൊണ്ടിട്ടിരിക്കുന്നത്? വെട്ടം കാണിക്കാനാണോ? അല്ല. നമുക്ക് ആദ്യം ഫിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ആ ലെവൽ എപ്പോഴും കുറച്ച് പൊങ്ങി തന്നെ നിൽക്കണം. കാരണം ഹൈറ്റിൽ നമുക്ക് താക്കാൻ സാധിക്കും, പൊക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതായത് ഏറ്റവും ടോപ്പിലിട്ട് നമുക്കറിയാം ഏകദേശം ഒരു വോൾ ലെവൽ, അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറക്കി ജസ്റ്റ് ഒന്ന് നോക്കണം നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറക്കി ഒന്ന് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഓടിച്ച് നോക്കി. ഓടിച്ചപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം താഴത്തെ പോർഷൻ മാത്രം കിട്ടുന്നുള്ളൂ, ഹൈറ്റിലോട്ട് കിട്ടുന്നില്ല ഏറ്റവും പൊക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, ഞാൻ ആദ്യം തന്നെ എല്ലാവരും കാണിച്ചു തന്നൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം എല്ലാവരും. യെസ്, ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, നമ്മുടെ ലൈറ്റ് ഓണാണ്, അതിൻ്റെ ലെവലും കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിതിൽ റൈറ്റ് സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക. നോക്കിക്കോണേ, സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അത് പൊങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. കണ്ടോ, ഇത് ഹെഡ്ലൈറ്റിനകത്ത്, അതായത് ഞാൻ ഈ വെച്ച ലൈറ്റിൻ്റെ മാത്രം സ്ക്രൂ ആണ് ഞാൻ ഈ ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഹൈറ്റ് പൊങ്ങുന്ന കാണാൻ സാധിക്കും. ഒരു ഏകദേശം ഈ ഒരു മീഡിയം ലെവലിൽ, ഇത് നമ്മുടെ സാധാരണ ഒരു ഹൈറ്റാണ്. ഇനി നമുക്ക് ഇത് പൊക്കിയാലും താക്കാൻ സാധിക്കും. അതായത് നമുക്ക് വേണ്ട ഒരു ലെവൽ താഴും. ഇതിപ്പോൾ ഏറ്റവും ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് ചെയ്തു, ലെഫ്റ്റ് സൈഡും കൂടി ഞാൻ ആ ഒരു ലെവലിലോട്ടൊന്ന് കൊണ്ടുവരട്ടെ. നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് കറക്റ്റ് ആ ഒരു ലെവലിലോട്ട് ഞാനിത് കൊണ്ടുവരികയാണ്. കണ്ടോ, രണ്ടും ഒരേ നിരപ്പിൽ നിൽക്കണം. കണ്ടോ, സ്ട്രെയിറ്റ് ലൈൻ, ആ ബ്ലൂ ലൈൻ രണ്ടും സ്ട്രെയിറ്റ് ആണെന്ന് കൺഫേം ആക്കുക. കണ്ടോ, താക്കാം പൊക്കാം, ഇപ്പോൾ ഒരേ ലൈനിലാണ് ആ രണ്ടും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ രണ്ടും ഒരു ലെവലിലാക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ആദ്യം ഞാൻ നോക്കിയപ്പം ഒരുപാട് താന്നാണ് നിന്ന്, ഇപ്പോൾ ഇത് പൊക്കിയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിൽ എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഫാൻ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡസ്റ്റ് ക്യാപ്പ് ഇടുന്ന സമയത്ത് ഇത് ഡസ്റ്റ് ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അത് ബാക്കി എത്ര നല്ല നല്ല ബ്രാൻഡ്സ്, അതായത് ഒസ്റാം അങ്ങനത്തെ ബ്രാൻഡ്സിലൊന്നും എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഫാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ലാഭമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മഴക്കാലത്ത് എങ്ങനെയുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ മുമ്പോട്ട് ഈ ഒരു വീഡിയോ ഞാൻ മുമ്പോട്ട് ഇട്ടോളാം. അതായത് മഴയത്തുള്ള സമയത്ത് അല്ലെങ്കിൽ മിസ്റ്റുള്ള സമയത്ത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ കൂടി ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. ഞാൻ നമ്മുടെ ലൈറ്റ് ഇട്ടു. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഹൈറ്റ് നമുക്ക് സുഖമായിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റാക്കാൻ സാധിക്കും. അതിപ്പോൾ എങ്ങനെയാണ് കറക്റ്റാക്കാൻ സാധിക്കുന്നത് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ
ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹാലജൻ ബൾബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃത്തികേട് എനിക്കിപ്പോൾ നന്നായിട്ട് അങ്ങ് മാറി. ഇപ്പം വഴി നന്നായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ HIDയുടെ അത്തരം പ്രകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. പക്ഷേ ഹാലജൻ്റെ ഒരു ഇരട്ടി പ്രകാശം നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ മഴ സമയത്ത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉറപ്പായിട്ടും പറയാം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. മഴയത്ത് നല്ല അടിപൊളിയാണെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ ബ്രൈറ്റും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ റോഡിൽ ആരുമില്ല, കണ്ടോ ബ്രൈറ്റിൻ്റെ ഒരു എഫക്റ്റ് അടിപൊളിയാണ് കേട്ടോ. ബ്രൈറ്റ് മാരകം എന്ന് പറഞ്ഞാൽ മാരകമാണ്. എതിർവശത്തു നിന്ന് ഒരുത്തം വരികയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഡിം അടിച്ച് തന്നിരിക്കും. ഇനി ഞാൻ ബ്രൈറ്റ് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കണ്ണിലോട്ട് ബ്രൈറ്റ് അടിച്ച് തരും. ആ രീതിക്കുള്ള ബ്രൈറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. നമുക്ക് ഒരു രക്ഷയില്ല അതിനകത്ത് പറയാൻ വേണ്ടി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് ഓവറോൾ ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ അടിപൊളിയാണെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ നമുക്ക് വേറെ ലോക്കൽ LEDs ഒക്കെ മേടിക്കാനും 2000 സംതിങ് രൂപ വരും. ആ ഒരു റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കാം. ആരുടെയും കണ്ണിലടിക്കത്തില്ല. അതായത് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. കാരണം ഇതിൻ്റെ പുറത്ത് ഫ്രണ്ടിൽ പ്രൊജക്ടർ ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിർവശത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഹൈവേ ഇട്ടാൽ മതി. ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. മഴക്കാലത്ത് ഞാൻ എടുത്തെടുത്ത് പറയാണ്, മഴയത്തും മഞ്ഞത്തും എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അഥവാ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ അത് വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ അടിച്ചിട്ടേക്ക്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ വീഡിയോസിൻ്റെ അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഞാൻ ജസ്റ്റ് പുറത്ത് കൂടെ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം എങ്ങനെയുണ്ട്, പുറത്തെ ഒരു ഫീലും കൂടെ കാണിച്ചു തരാം. അതെ, ഇപ്പോൾ ഇച്ചിരി ദൂരത്തുനിന്ന് നമുക്ക് ഒന്ന് നടക്കാം. എന്നിട്ട് അല്പം ദൂരെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്നറിയാം. കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് നോർമലി നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഒരാളുടെ കണ്ണിലോട്ടൊരു ബ്രൈറ്റ്നസ് അടിക്കത്തില്ല. ഇനി ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഒരു രക്ഷയില്ല. മാരകം എന്ന് പറഞ്ഞാൽ മാരകം. അമ്മാതിരി അടിപൊളി സെറ്റപ്പായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. സംഗതി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒറ്റ കാര്യത്തിൽ എനിക്ക് ഇതിനകത്തൊരു പ്രശ്നം പറയാനുള്ളൂ, ഇതിന് വാറണ്ടി ഉള്ളൊരു പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് പോയാൽ പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇതും വെച്ചൊരു ലോങ് ഡ്രൈവ് ഞാനൊന്ന് നടത്തി നോക്കട്ടെ. ഏതായാലും എനിക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഓടിച്ചപ്പോഴേക്കും ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഹാലജൻ ബൾബ് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം മാറ്റണം. കാരണം എനിക്ക് ഈ ബൾബ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇഷ്ടമുള്ളവർ മേടിക്കുക. എപ്പോഴും ഞാൻ ഇതിനെ കഴിഞ്ഞും ഏറ്റവും അടിപൊളിയായിട്ട് പറയുന്നത് നമ്മുടെ HID തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും HID തന്നെയായിരിക്കും. കാരണം അതുപോലെ ബ്രൈറ്റാണ്. പക്ഷേ ഇത് ഏകദേശം അതിനോട് അടുപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. പ്രൈസ് റേഞ്ചിങ്ങും വലിയ കുഴപ്പമില്ല. 2800 സംതിങ് എങ്ങാണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഇട്ടേക്കാം. മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഹാലജൻ ബൾബ് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 10 ദിവസം, 10 അല്ല, ഒരു എത്ര നാളായിക്കാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട്, ഒരു 3-4 ആഴ്ചയായില്ലേ? ഒരു 2 ആഴ്ചയ്ക്ക് മേളിലായിട്ടുണ്ട് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട്. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വരുന്ന സമയം തൊട്ട് തുടങ്ങിയതാണ് നമ്മൾ ഈ ഹാലജൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഇതിൽ പറയുക, കാരണം അന്ന് ഹാലജൻ വണ്ടി മേടിച്ച സമയത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹാലജനിൽ നിന്ന് മാറി HIDയിലോട്ടായതാണ്. പിന്നെ ഈ ഒരു ഇടക്കാലം, അതായത് 4 വർഷം ആകാറായപ്പോഴേക്കും ചെറിയൊരു പണി, 4 വർഷം ആയപ്പോഴേക്കും തന്നെ ഒരു ചെറിയ പണി കിട്ടിയതാണ് ഹാലജൻ മാറേണ്ടി വന്നത്. പക്ഷേ ഹാലജൻ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ വഴി ഒന്നും കാണാൻ സാധിക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ മാരുതിനെയും ബാക്കിയുള്ള വാഹനങ്ങളുടെ എല്ലാം കുറ്റം പറയുന്നൊരു കാര്യം, ഹാലജൻ ബൾബ് മാറ്റണം. LED ആക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ LED ആണ്. HID ആക്കാമെങ്കിൽ അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഏതായാലും ഞാൻ കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യട്ടെ. എന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.